വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി ആർ.എൽ. ബൈജു ഡോക്ടർ കെ.എസ്. പ്രഭാവതിയുടെ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി ആർ.എൽ. ബൈജു പറഞ്ഞു. നിസാര കാരണങ്ങൾക്ക് വരെ വിവാഹമോചന ഹർജികളുമായി ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം മുൻ മേധാവി ഡോക്ടർ പ്രഭാവതി എഴുതിയ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ഫാമിലി കോടതിയുടെ ഒരു അവസ്ഥ, അഡ്വക്കേറ്റ് അംബികയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോടതിയിൽ ഒരു ദിവസം ഒരു ആവറേജ് 12 ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് മാല അങ്ങോട്ടും താലി ഇങ്ങോട്ടും എന്തൊക്കെയോ കിട്ടുമല്ലോ, ഈ സാധനത്തിന് അവിടെ ഒരു ഫീസൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇനി ഇവിടെ ഫീസ് അടയ്ക്കണം, ഒന്ന് കയറി നിൽക്കുകയാണ്. അതേപോലെ ഒരു കൂട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവര് കല്യാണം കഴിക്കാൻ വേണ്ടി കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഞങ്ങൾ കല്യാണം പിരിച്ചുവിടാൻ വേണ്ടി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം മേധാവിയായ ഡോക്ടർ വി.പി. ജിത്തു പുസ്തകം ഏറ്റുവാങ്ങി. കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലബാർ മെഡിക്കൽ കോളേജിലെ എമിറേറ്റ്സ് ഡോക്ടർ എ.എം. കുഞ്ഞിക്കോ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റോഷൻ ബിജിലി പുസ്തക പരിചയം നടത്തി. ഡോക്ടർ സി അജിത, അഡ്വക്കേറ്റ് എ.സി. അംബിക, ഡോക്ടർ ടി.പി. മോഹനൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ സ്വാഗതവും ഡോക്ടർ കെ.എസ്. പ്രഭാവതി നന്ദിയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.